ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓസ്കാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? ഒരു പക്ഷേ എല്ലാവർക്കും അതിനുള്ള ആൻസർ അറിയായിരിക്കും അല്ലേ? അതെ, നാഷണൽ ഫിലിം അവാർഡ്. അപ്പോൾ എന്താണ് നാഷണൽ ഫിലിം അവാർഡ്? അതിൻ്റെ ഹിസ്റ്ററി എന്താണ്? അതിൻ്റെ റൂൾസ് എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മൾ മാക്സിമം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ഹിസ്റ്ററിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറയാം. എങ്ങനെയാണ് നാഷണൽ ഫിലിം അവാർഡ്സ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ ഫിലിം അവാർഡ്സ് കൊണ്ടുവന്നത്? അതിനുള്ള ആൻസർ ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും. ഇന്ത്യൻ കൾച്ചറിനെയും ആർട്സിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ ഫിലിം അവാർഡ്സ് കൊണ്ടുവന്നത്. ഫസ്റ്റ് അവാർഡ്സ് പ്രസന്റ് ചെയ്തത് 1954 അതിനുശേഷം എല്ലാ വർഷവും ഈ ഒരു പ്രൊസീജിയർ നടന്നു വരികയാണ്. ഇതിന്റെ കൂടെ തന്നെ 1973 ഇന്ത്യൻ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് പലതരത്തിലുള്ള ഫിലിം ഈവൻസും ഈ അവാർഡ്സിന്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. അതായത് IFFK അല്ലെങ്കിൽ മറ്റ് പല ഫിലിം ഈവൻസ്, ഇതെല്ലാം ഈ നാഷണൽ അവാർഡ്സിന്റെ കൂടെ തന്നെ നടത്തി വരുന്ന കുറച്ച് ഈവൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് അവാർഡ്സ്? ഏതൊക്കെ കാറ്റഗറീസിലാണ് അവാർഡ്സ് കൊടുക്കുന്നത്? 3 മെയിൻ സെക്ഷനിലായിട്ടാണ് ഈ അവാർഡ്സ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫീച്ചർ ഫിലിം, സെക്കൻഡ് നോൺ ഫീച്ചർ ഫിലിം, തേർഡ് വൺ ബെസ്റ്റ് റൈറ്റിംഗ് ഓൺ സിനിമ. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഫീച്ചർ ആൻഡ് നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയില്ലേ, ആ കാറ്റഗറിയിലൂടെ ടെക്നിക്കൽ വൈസും അല്ലെങ്കിൽ സോഷ്യൽ റെലവൻസും ഉള്ള സിനിമകളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടുക എന്നതും പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യുക എന്നുള്ളതുമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അത് മാത്രമല്ല, രാജ്യത്തെ പല പല ഭാഷകളിലെ ഫിലിംസ് അത് എല്ലാവരുടെയും ശ്രദ്ധയിലെത്തിക്കുക, എല്ലാവരിലോട്ടും പ്രൊമോട്ട് ചെയ്യുക, ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി കൊണ്ടുവരിക എന്നതും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് റൈറ്റിംഗ് ഓൺ സിനിമ എന്നൊരു കാറ്റഗറി സിനിമയെ തന്നെ വിമർശിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് കേട്ടോ. അതുപോലെ തന്നെ സിനിമയെ പറ്റി പഠിക്കുവാനും സിനിമയെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ ഒരു കാറ്റഗറി ഓഫ് അവാർഡ്സ് ഉദ്ദേശിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഓഫ് അവാർഡ്സ് കൂടാതെ നാലാമതൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിനെ പറയുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്സ് എന്നാണ്. ഇന്ത്യൻ സിനിമയുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയും ഇന്ത്യൻ സിനിമയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നത്. ഇനി അവാർഡ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫീച്ചർ ഫിലിം. ഈ ഫീച്ചർ ഫിലിമിൽ തന്നെ സ്വർണ്ണക്കമലം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് അവാർഡ്സുകളുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം എന്നീ കാറ്റഗറീസ് ഉൾപ്പെടെ 6ഓളം അവാർഡ്സുകളാണ് സ്വർണ്ണക്കമലത്തിൽ വരുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് രജത കമലം. അതിൽ 25ഓളം അവാർഡ്സുകൾ വരുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ 25ഓളം അവാർഡ്സുകൾ കൊടുക്കുന്നു. ഇനി ഇത് കൂടാതെ അതത് ഭാഷകളിലെ മികച്ച സിനിമകൾക്കും അവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള 17ഓളം ലാംഗ്വേജസും അത് കൂടാതെ അതിൽ പരാമർശിക്കാത്ത 7ഓളം ലാംഗ്വേജസും കൂടെ കൂട്ടി 24ഓളം ഭാഷകളിലെ മികച്ച മൂവീസിനും അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ തന്നെ പല പല കാലങ്ങളിലായിട്ട് ചില അവാർഡ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുമുണ്ട്. സെക്കൻഡ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം, തേർഡ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം, അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റോറി എന്നീ കാറ്റഗറീസ് ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇനി നോൺ ഫീച്ചർ കാറ്റഗറിയിൽ വരുന്ന അവാർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോൺ ഫീച്ചർ കാറ്റഗറിയിലെ സ്വർണ്ണക്കമലത്തിൽ പെടുന്നത് 2 കാറ്റഗറീസ് ആണ്. അതിലൊന്ന് ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിമും സെക്കൻഡ് ബെസ്റ്റ് ഡയറക്ടറും. ഈ രണ്ടുമാണ് സ്വർണ്ണക്കമലത്തിൽ വരുന്നത്. ഇനി രജത കമലത്തിൽ 22ഓളം അവാർഡ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 7ഓളം അവാർഡ്സ് കാലാകാലങ്ങളിലായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള റൈറ്റിംഗ് ഓൺ സിനിമയിൽ വരുന്നത് 2 മെയിൻ അവാർഡ്സുകളാണ്. ബെസ്റ്റ് ബുക്ക് ഓൺ സിനിമ എന്നതും ബെസ്റ്റ് ഫിലിം ക്രിട്ടിക്കുമാണ് ആ 2 അവാർഡ്സുകളും. ഈ 2 അവാർഡ്സുകളും സ്വർണ്ണക്കമലത്തിൽ പെടുന്നതുമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂവീസ് സെലക്ട് ചെയ്യുന്നത്? അതിൽ പറയുന്ന റൂൾസ് എന്തൊക്കെയാണ്? അതിനെപ്പറ്റി സംസാരിച്ചാലോ? നേരത്തെ പറഞ്ഞല്ലോ 2 കാറ്റഗറീസിലാണ് അവാർഡ്സ് കൊടുക്കുന്നത്, ഫീച്ചർ ഫിലിമും നോൺ ഫീച്ചർ ഫിലിമും. ഇത്തരത്തിൽ വരുന്ന മൂവീസിനെ ജഡ്ജ് ചെയ്യുന്നതിന് ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ജൂറി ഉണ്ട്. ഇനി ഈ ജൂറി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യയാണ്. പക്ഷേ സെലക്ടഡ് ആവുന്ന ഇത്തരം മൂവീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യക്കോ അല്ലെങ്കിൽ സർക്കാരിനോ സാധിക്കുകയില്ല. അതായത് കൺസിഡറേഷനിലേക്ക് വരുന്ന സിനിമകൾ തിരഞ്ഞെടുക്കാനും അവസാനം ആര് അവാർഡ് നേടുന്നു എന്നതിലും ഇടപെടാനായിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡയറക്ടറേറ്റിനോ സാധ്യമല്ല. എല്ലാ വർഷവും ഏകദേശം 100ഓ അല്ലെങ്കിൽ അതിലധികമോ സിനിമകൾ ഇത്തരം കാറ്റഗറിയിൽ മത്സരിക്കാറുണ്ട്. ഇത്തരം മൂവീസിനെ സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് എല്ലാ വർഷവും നാഷണൽ ഫിലിം അവാർഡ്സ് റെഗുലേഷൻ എന്ന പേരുള്ള രേഖയാൽ പുറത്തിറക്കുന്നുണ്ട്. ഇനി ആ റൂൾസ് ഏതൊക്കെയാണ്? അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന റൂൾ ഉണ്ട്. നമ്മൾ അയക്കുന്ന സിനിമയുടെ മേക്കേഴ്സ്, എസ്പെഷ്യലി അതിന്റെ ഡയറക്ടർ ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം. അതായത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അവാർഡ്സിന് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ.
അതുകൂടാതെ ഈ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഇന്ത്യൻ എൻറ്റിറ്റിയിലുള്ള ആളായിരിക്കണം. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അദ്ദേഹവും ഇന്ത്യൻ റെസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ എൻറ്റിറ്റിയിലോ ഉള്ളതായിരിക്കണം. ഇനി ചില കേസുകളിൽ കോ പ്രൊഡ്യൂസേഴ്സ് അവർ ഇന്ത്യൻ എൻറ്റിറ്റി ആയിരിക്കത്തില്ല. ചില സിനിമകളിൽ നമുക്ക് കാണാം ചില ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനികൾ ഇന്ത്യൻ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കേസുകളിലും അവർക്ക് നാഷണൽ അവാർഡ്സിന് വേണ്ടി മത്സരിക്കാം. പക്ഷേ അവർക്ക് സെപ്പറേറ്റ് കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യൻ എൻറ്റിറ്റിയിലുള്ളതല്ല എങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ വെച്ച് അവർക്ക് എലിജിബിൾ ആവണമെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വർഷത്തിലെ കലണ്ടർ ഇയറിനുള്ളിൽ ആ മൂവീസ് ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫൈ ചെയ്തിരിക്കണം. അതായത് പ്രോപ്പർ ആയിട്ട് ആ ഒരു മൂവി സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവാർഡ്സിന് വേണ്ടി മത്സരിക്കാം. പക്ഷേ അത്തരത്തിൽ സർട്ടിഫൈ ചെയ്തു വരുന്ന ഒരു മൂവി അത് ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ മത്സരിക്കണോ അല്ലെങ്കിൽ നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ മത്സരിക്കണോ എന്ന് ആ ഒരു ജൂറി അല്ലെങ്കിൽ ഒരു പാനലാണ് തീരുമാനിക്കുന്നത്. ഇനി രണ്ടോ അതിലധികമോ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യൻ എൻറ്റിറ്റിയിൽ വരുന്നതായിരിക്കണം. ഇനി ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ മത്സരിക്കുന്ന കുറച്ച് മൂവീസുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ആ മൂവി കണ്ടന്റ് ലാംഗ്വേജ് അതിന്റെ 60% ആ ഒരു ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ഹിന്ദി മൂവി അവാർഡിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ആ ഒരു മൂവിയിലെ 60% അല്ലെങ്കിൽ അതിലധികമോ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദി ആയിരിക്കണം. അല്ലാത്ത പക്ഷം അവർ സെലക്ട് ചെയ്യുകയില്ല. ഇനി വേറൊരു റൂൾ ഉണ്ട്, മൂവിയുടെ ടൈറ്റില് അത് ഇന്ത്യൻ ടൈറ്റിലായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് പക്ഷേ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ഒരു കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. ഇപ്പോൾ നമ്മൾ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ ആ റൂൾസിൽ ഇൻഎലിജിബിലിറ്റി ക്രൈറ്റീരിയയും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവീസ് ഇൻഎലിജിബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് റൂൾസ്. ഇനി അതിന്റെ സെലക്ഷൻ എങ്ങനെയാണ്, അവാർഡ്സിലേക്ക് ഒരു മൂവി സെലക്ട് ആക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓസ്കാറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓസ്കാറിൽ ഉപയോഗിക്കുന്നത് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റം എന്നൊരു മെത്തേഡാണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പാനൽ ഉണ്ടല്ലോ, ആ ഒരു പാനലാണ് ഏത് മൂവിയാണ് വിജയിച്ചത് എന്ന് പറയുന്നത്. 4, 5 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാർ ആ ഒരു മൂവി കണ്ടിട്ടാണ് അതിൽ നിന്ന് ബെസ്റ്റ് മൂവി ഏതാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഓസ്കാറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും എത്തരത്തിലാണ് അവർ മൂവീസ് സെലക്ട് ചെയ്യുന്നുള്ളതെന്ന്. അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആ ഒരു മൂവി കണ്ടതിന് ശേഷമാണ് മൂവിക്ക് വേണ്ടി വോട്ടിംഗ് ചെയ്യുന്നത്. ആ ഒരു മൂവി ബെസ്റ്റ് മൂവി ആവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അത് സോഷ്യലി റെലവെന്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത്രയും പേര് ആ ഒരു മൂവി കണ്ടിട്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 4, 5 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാർ വരുന്ന ഒരു പാനലാണ് ജഡ്ജ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കുറച്ച് മൂവീസിനോ ആ ഒരു അവാർഡ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലായ്പ്പോഴും അങ്ങനെയാണോന്നില്ല, പക്ഷേ ചില കേസുകളിൽ അങ്ങനെ വന്നിട്ടുമുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മികച്ച കുറച്ച് പെർഫോമൻസുകൾ തഴയുന്നതും അതുപോലെ തന്നെ പേരിന് അധികം നല്ലൊരു പെർഫോമൻസ് കൊടുക്കാത്ത ചില മൂവീസിന് അവാർഡ്സ് നൽകുന്നതായിട്ടും. അത്തരത്തിൽ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ വരാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്? നമുക്കറിയാം മോളിവുഡ് അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി നല്ല മൂവീസ്, അത് സോഷ്യൽ റെലവൻസ് ഉള്ളതാണെങ്കിലും കണ്ടന്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും മികച്ച കുറെ മൂവീസ് 2-3 മാസത്തിനിടയിൽ തന്നെ വന്നിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇത്തരം പെർഫോമൻസുകളെ അടിസ്ഥാനമാക്കി അവർ ഇത്തരത്തിലുള്ള അവാർഡ്സുകൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നുണ്ട്. അത് ശരിക്കും ശരിയാണ്. ഒത്തിരി നല്ല പെർഫോമൻസുകൾ ഈ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ നാഷണൽ അവാർഡിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള കുറച്ച് മൂവീസ് നമുക്ക് നിലവിൽ വന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനും അത്തരത്തിൽ മലയാളത്തിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള കുറച്ച് മൂവീസുകളും നാഷണൽ അവാർഡ് വിൻ ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എൻ്റെ അറിവിലുള്ളതായിട്ടും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരാമർശിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തിരുത്തലുകളും ഉണ്ടെങ്കിൽ കൂടെ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മൂവി റിവ്യൂ ആയിട്ട് തിരിച്ചു വരാം. ബൈ.